ശ്രീ പ്രേംകുമാർ ഇന്ന് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നേരിട്ട് കേട്ടയാളാണ്. മുമ്പ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര വിമർശനം ആ നയപ്രഖ്യാപനത്തിൽ വളരെ ശക്തമായി തന്നെ ഗവർണർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അത് സംസ്ഥാനം നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനകളെ, കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തെ, ഇതെല്ലാം ആ നയപ്രഖ്യാപനത്തിൽ ഗവർണർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില വിട്ടുകളയലുകൾ സംഭവിച്ചു. മുഖ്യമന്ത്രി അപ്പോൾ തന്നെ അത് തിരുത്തുന്നതും നമ്മൾ കണ്ടു. ഈ നിലയിലായിരുന്നു ഇന്നത്തെ നയപ്രഖ്യാപനം. വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇന്ന് 1 മണിക്കൂർ 51 മിനിറ്റ് ആയിരുന്നു ആ നയപ്രഖ്യാപനമെങ്കിൽ 2024 ആരിഫ് മുഹമ്മദ് ഖാൻ ഏതാണ്ട് ഒരു 75 സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിച്ച, 1 മിനിറ്റിനപ്പുറം പോലും പോയിട്ടില്ല, 1 മിനിറ്റും അല്പം സെക്കൻഡും മാത്രം അടങ്ങുന്നതായിരുന്നു അന്നത്തെ കഴിഞ്ഞ വർഷത്തെ നയപ്രഖ്യാപനം. ഇവിടെ ഗവർണർ കേരളത്തിൻ്റെ പൊതുവായ വികാരത്തെ പ്രതിഫലിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. ചില വിട്ടുകളയലുകൾ സംഭവിച്ചുവെങ്കിലും അതിനെ മുഖ്യമന്ത്രി അസാധാരണമായൊരു സാഹചര്യം കണ്ടുകൊണ്ടാണോ അപ്പോൾ തന്നെ തിരുത്തിയത്? പ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് സർക്കാർ എത്രമാത്രം സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയുമാണ് മന്ത്രിസഭ അത് അംഗീകരിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ ആദ്യ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ കേരള ജനതയുടെ പൊതുഹിതത്തെ പ്രതിനിധീകരിക്കുന്നതും സംസ്ഥാനത്തെ ജനാധിപത്യ ചർച്ചയുടെ പരമോന്നത വേദിയുമായി നിലകൊള്ളുന്നു എന്ന അർത്ഥത്തിലാണ്. എന്താണ് ഈ നയപ്രഖ്യാപന പ്രസംഗം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ കൃത്യവും സൂക്ഷ്മവും വ്യക്തവുമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പാരഗ്രാഫ്, യഥാർത്ഥത്തിൽ ആദ്യത്തെ 29 പാരഗ്രാഫാണ് ജനറലായി, നമുക്കറിയാം, ഒരു ചോറ് വെന്തോ അരി വെന്തോ എന്ന് നോക്കാൻ എല്ലാ വറ്റുമെടുത്ത് തൊട്ടു നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പോലെ സാർവത്രിക വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ സംരക്ഷണ രംഗത്ത്, പൊതു ശുചിത്വ രംഗത്ത്, സാമൂഹ്യ സുരക്ഷാ രംഗത്ത്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ, ശിശുമരണ നിരക്ക് കുറച്ചു കൊണ്ടുവന്ന കാര്യത്തിലെല്ലാം സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെയാണ് പാരഗ്രാഫ് 2 കൃത്യമായി സൂചിപ്പിക്കുന്നത്. ഞാനിനി ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഖണ്ഡികകളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കാം. ഞാൻ MLA യോട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ. അതിനുശേഷം വൈകുന്നേരം ലോക് ഭവനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിശദീകരണമുണ്ട്. ഈ വിവാദം അനാവശ്യമാണ്, എന്നാൽ അത് അടിസ്ഥാനരഹിതവുമാണ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സഭയിൽ നൽകിയ വിശദീകരണത്തെയും ആ നിലയിൽ നിരാകരിക്കാനാണോ ഗവർണർ ശ്രമിച്ചിട്ടുള്ളത്? അസത്യങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക് ഭവൻ ആവശ്യപ്പെട്ടിരുന്നു, പരിഗണിക്കാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു, എന്നാൽ അത് ഉണ്ടായില്ല എന്നൊക്കെയാണ് ഗവർണറുടേതായ വാർത്താക്കുറിപ്പ് വന്നിട്ടുള്ളത്. അതെ, തീർച്ചയായും മന്ത്രിസഭ എന്ന നിലയിൽ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം പ്രസംഗമായി നടത്താൻ ചുമതലപ്പെട്ട ഗവർണർ അത് ചെയ്തില്ല എന്നത് ചൂണ്ടിക്കാണിക്കാൻ ഒരുപക്ഷെ ഇന്ത്യയിൽ അങ്ങനെ കൃത്യതയുള്ള, വ്യക്തതയുള്ള, ആ നിലയിൽ ഭരണഘടന ചുമതല നിർവഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമായിരിക്കുമെന്ന് നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാം. രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും ഒക്കെ വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലത്ത് ഈ നയപ്രഖ്യാപന പ്രസംഗം യഥാർത്ഥത്തിൽ കേരള നിയമസഭയുടെ മാത്രം നയപ്രഖ്യാപന പ്രസംഗമാകാൻ ഇടയില്ല. ഇന്ത്യയിൽ ഇതുപോലെ ഇന്ത്യയുടെ ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നയം രാജ്യത്ത് കേരളത്തിൽ മാത്രമായിരിക്കുമെന്ന് നാം കാണണം. അതുകൊണ്ടാണ് കേരളത്തിലെ LDF സർക്കാർ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾക്കും ജനാധിപത്യവാദികൾക്കുമൊക്കെ പ്രതീക്ഷയായി, അവർക്ക് എല്ലാ നിലയിലും സാന്ത്വനമായി, അഭിമാനമായി നിലകൊള്ളുന്നത് എന്ന് നാം കാണണം. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല. ലോകത്ത് കേരളത്തിലേതുപോലെയുള്ള വിദ്യാഭ്യാസ സംവിധാനം ഏത് മുതലാളിത്ത രാജ്യത്താണ് ഉള്ളത്? ഇന്ത്യയേക്കാൾ ശക്തമായ നിലയിൽ ഒരുപക്ഷെ സാമ്പത്തികമായും സാമൂഹ്യമായും ഒക്കെ മുന്നിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒട്ടനേകം രാജ്യങ്ങളുണ്ടല്ലോ. ലോകത്തേത് മുതലാളിത്ത രാജ്യമാണ് കേരളത്തിലേതുപോലെ ഇത്തരത്തിൽ സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം സൗജന്യമായി ഏറ്റവും മികച്ച നിലയിൽ നൽകുന്ന ഒരിടം വേറെ ഏതാ ഉള്ളത്? അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രതിസന്ധികൾക്കിടയിലും കേരളം ശിശുമരണ നിരക്കിൽ കുറവ് വരുത്തുന്നു. അതെല്ലാം വായിക്കാൻ ഗവർണർക്ക് മടിയില്ല. എന്നാൽ ഈ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ അത് കണ്ടില്ല എന്ന് നടിക്കുകയല്ല കേരളത്തിലെ ഗവൺമെൻറ്. അതാണ് നാം കാണേണ്ടത്. ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കകത്തു നിന്നുകൊണ്ട് സംസ്ഥാനം എന്ന നിലയിൽ ആ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ, നയങ്ങളെ
പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളെയും ഏറ്റവും ഭംഗിയായി കൃത്യമായി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നാം കാണേണ്ടത്. അത് ആ നിലയിൽ തന്നെ നമ്മുടെ സമൂഹം കാണുകയും ചർച്ച ചെയ്യുകയും വേണമെന്നുകൂടി ഈ സന്ദർഭത്തിന് ആമുഖമായി സൂചിപ്പിക്കാൻ താങ്കളിലേക്ക് വരാം.